എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് ഇന്നലെ 72 പോയിന്റ് ആയിരുന്നു അപ്പ്, ഇന്ന് 72 പോയിന്റാണ് അപ്പോൾ ഈ ആഴ്ച മുഴുവൻ 72, 90, 100ൻ്റെ ഇടക്ക് തന്നെ ആയിരിക്കാനായിട്ടാണ് ചാൻസസ് വളരെ കൂടുതലായി. ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ 23,465 പ്ലസ് 75, 23,540 എന്ന് പറയുമ്പോൾ 23,574 നമുക്കൊരു ലെവലായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു സോൺ വരച്ച് വെക്കാം. 23,574 മുതൽ ഇന്നലത്തെ ഡേ ഹൈ അതായത് 23,600, 574, 600 എന്നുള്ളൊരു ലെവല്, 601, 600 എന്നുള്ളൊരു സോൺ നമുക്ക് മുകളിൽ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 23,638 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷനും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 23,706 പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 23,510, 526 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ നമുക്ക് 23,510 ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കില്ല. കാരണം 23,526 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ചിലപ്പോൾ 23,510 ബ്രേക്ക് ചെയ്താൽ 526 വരെ ഒരു 16 പോയിന്റ് ഒന്ന് ചെറിയൊരു ഫാൾ ബ്രേക്ക് ഔട്ട് കാണിക്കും. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് പോരാം. അപ്പോൾ അവിടെയും കൺസോൾട്ടേഷനാണ്. ആ കൺസോൾട്ടേഷനും കൂടെ ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക്, അപ്പോൾ അവിടെയും നമുക്കൊരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻറ്റ് ലൈൻ നമുക്ക് അവിടെ വരച്ചിടണം. അതായത് 23,510 ബ്രേക്ക് ചെയ്താൽ 23,544 വരെയും, 44 ബ്രേക്ക് ചെയ്താൽ 574 ആ ഒരു ഇന്നത്തെ ഡേ ഹൈ സോണിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്കാണെങ്കിലും നമുക്കൊരു സോൺ വരച്ചു വെക്കാം. അതിലുള്ളത് 23,394 മുതൽ ഏതാ ഡൗൺ സൈഡ് 23,360, 23,367 ആ ഒരു ലെവലാണ്. അപ്പോൾ ഇതിനകത്താണ് ഇന്ന് മെജോറിറ്റി മാർക്കറ്റ് സ്റ്റേബിൾ ആവാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ബെറ്റർ ഓപ്ഷൻ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ 21 പോയിൻറ്റ്സ് ഒക്കെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് എപ്പോഴും
ഇനിയുള്ള ഒരാഴ്ച വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം ലോട്ട് സൈസ് മാറുന്നു, അപ്പോൾ ഒരുപാട് ട്രാപ്പുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത മാസം കുറേ ആൾക്കാരെ ഫണ്ട് വാഷ് ഔട്ട് ആക്കുക, കുറേ ആൾക്കാർക്കിട്ടൊക്കെ പണി കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് പോകാമെന്നൊക്കെ കുറേ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം ഉള്ള ആളുകളുടെ ഫണ്ടൊക്കെ വാഷ് ഔട്ടാക്കി കളയാനായിട്ടാണ് ഈ മാസം ശ്രമിക്കുന്നത്. സെല്ലേഴ്സൊക്കെ കുറേ പേര് ഓപ്ഷൻസിലേക്കൊക്കെ പോരും ഇനി, ചെറിയ ക്യാഷൊക്കെ ഉള്ള സെല്ലേഴ്സൊക്കെ. അപ്പോൾ ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലായിരിക്കും, നമ്മളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 75 പോയിന്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ റെഡ് ലൈന് പൊക്കത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ റെഡ് ക്യാൻഡിൽ, പിന്നെ ഗ്രീൻ ക്യാൻഡിലൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് 23,510 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങും, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ 23,510നും 23,544നും ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പോയിന്റും കൂടെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടക്ക് ആവറേജിങ്ങിനുള്ള സോഴ്സൊക്കെ നല്ലപോലെ ഉണ്ട്. കാരണം ഈ സോണിൻ്റെ പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് വൺ സൈഡ് മൂവിലേക്ക് പോകത്തുള്ളൂ. അതായത് നമ്മൾ 2 സോൺ വരച്ച് വെച്ചിട്ടുണ്ട്, അതിന് പുറത്തേക്ക് പോയാലാണ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവത്തുള്ളൂ. ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജിങ് വലിയ തെറ്റില്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. സ്ട്രൈക്കിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ തന്നെയാണ് താൽക്കാലികമായിട്ട് നമ്മൾ നോക്കുന്നത്. കാരണം ഇന്നലെ സിയിൽ 180 ഒരു ലെവല് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ 198 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലെവലും കൂടെ മിച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ ഓൾറെഡി ടച്ച് ചെയ്താട്ടോ. ഇന്നലെ നമ്മൾ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരുമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തെടുത്തത്. അപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ 180 ഒരു ടച്ചിങ് പോയിന്റ്, പിന്നെ ഉള്ളത് 190 190 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മാക്സിമം പോകാനുള്ള ഒരു സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോണാണ്. അതായത് 276 വരെ. ഇപ്പോൾ 5 മിനിറ്റ് ഓൾറെഡി RSI അപ്പർ സൈഡിലേക്ക് ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കറക്ഷൻ വന്നിട്ടേ മാർക്കറ്റ് മൂവ്മെൻറ്റ് മേളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ സപ്പോർട്ട് എവിടെയായിരിക്കും? 166 താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആവത്തുള്ളൂ. 166 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 142ലേക്കായിരിക്കും ഫാൾ ആവുന്നത്. അപ്പോൾ 166 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്, വിത്ത് ബഫറിംഗ് സോൺ ഉൾപ്പെടെ 166. അപ്പോൾ നമ്മുടെ ടാർഗറ്റുകൾ 180, 190 ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ഒരു ടാർഗറ്റാണ്. അതൊക്കെ നമ്മൾ സ്ട്രൈക്ക് 23,400 സി ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ലെവലുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഏകദേശ കണക്കാണ് 180, 190, 200, അതേപോലെ തന്നെ 261, 277, 166 മേജർ സപ്പോർട്ട്. 142 താഴത്തോട്ട് വന്നാൽ പിന്നെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴത്തോട്ട് പോരും. അപ്പോൾ പിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിയിൽ സ്ട്രൈക്ക് 23,600 പി നമുക്ക് നോക്കാം. സമയം 9:44 ആയിട്ടുണ്ട്. പിയുടെ സ്ട്രൈക്ക് നമുക്ക് വഴിയെ നോക്കാം, ലെവലൊക്കെ നമുക്ക് വഴിയെ നോക്കാം. 123 താഴത്തോട്ട് പോയാൽ മെൽറ്റിംഗ് ആണ്, അതുമാത്രം താൽക്കാലികമായിട്ട് ചിന്തിക്കുക. 130 എന്ന് പറഞ്ഞാൽ 122 നമുക്ക് ആവറേജ് ചെയ്ത് കൂട്ടാം. 122, 100 അതിന് താഴത്തേക്ക് വന്നാൽ മാത്രമാണ് പി മെൽറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ സ്റ്റിൽ RSI ഒരു കർവ് വന്നിട്ടേ ഉള്ളൂ, പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. ചെറിയൊരു മടക്ക് പിയിലേക്ക് കാണുന്നുണ്ട്, പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. 9:14 10 സെക്കൻഡ് കൂടെ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ 200 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 200 ടച്ച് ചെയ്യാനായിട്ട്. അത് 200 ടച്ച് ചെയ്തിട്ടില്ല. 200 കറക്റ്റായിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 200 ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ വരച്ച വര
കറക്റ്റായിട്ടാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് 205 പോയിട്ടുണ്ട്. 206 വരെ മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ 122 കൺസോൾട്ടേഷൻ സോണാണ്. പിയുടെ കൺസോൾട്ടേഷൻ സോണാണ് 122 എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ലെവലിൽ വരെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 122 കൺസോൾട്ടേഷൻ ഭാഗത്ത് മാർക്കറ്റ് കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ആവും. ആ 122ൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് പി താഴത്തോട്ട് വന്നാൽ മാത്രമാണ് 100 മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും ധൃതി പിടിച്ചിട്ട് നമ്മൾ ഇനിയൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ സിയുടെ RSI 217 വരെയൊക്കെ പോകാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പിയിൽ RSIയുടെ ക്രോസ് ഓവർ വരാതെ നമ്മൾ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 122 വരെ പി വന്ന് നിൽപ്പുണ്ട് താനും. ആ 122 കൺസോൾട്ടേഷൻ സോണാണ് പി. അവിടുത്തെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 100 ഫാളാവും. നമുക്കിനി എപ്പോൾ ഒരു പിയുടെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 145 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നമുക്ക് കൺസോൾട്ടേഷൻ സോൺ ആയത് കാരണം ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് പിയിലേക്ക് എടുക്കാനും പറ്റില്ല. 122 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ ഒരു 2-3 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ 100 ഫാളാവും. 100 ഫാളാവുമ്പോൾ നമ്മുടെ സി മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കണം. ഇപ്പോൾ 209 നിൽക്കുന്നത്. 213 ഇപ്പോൾ നിൽക്കുന്നത്. 216, 218. അവിടെ ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. കാരണം ഇവിടുത്തെ ലെവല് 111 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ആ 111 കൂടെ ബ്രേക്ക് ചെയ്താൽ 100 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. 219, 221, 223, 224, 225, 229, 230, 7 പോയിൻറ്റും കൂടെ ഏകദേശം താഴത്തോട്ട് വന്നാൽ ഓക്കെയാണ്. 232, 105 പി നിൽക്കുന്നത്. പി 100 സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ പ്രീവിയസ് ഡേ ബോഡി ക്ലോസിങ്ങിൻ്റെ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 240 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 40 പോയിൻ്റാണ് സിംഗിൾ മൂവ്മെൻറ്റിൽ നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 100 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അടുത്തത് 89 ഫാളാവുന്നത്. അപ്പോൾ ഇവിടുത്തെ ബോഡിയുടെ ഹൈ വെച്ചിട്ട് 237 വരെ മാർക്കറ്റ് വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ 242 വന്നാണ്. അതേ ലെവലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ 242 പ്രീവിയസ് ഡേയുടെ ഒരു ബോഡി, അതായത് 1, 2, 3 ഇവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ എഗെയിൻ പ്രീവിയസ് ഡേയുടെ ബോഡി ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ 242 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം 100-110 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് RSI ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ പിയിലേക്ക് RSI ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. മാർക്കറ്റ് സിയിലേക്കാണ് നിലവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഒരു W പാറ്റേൺ പോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇനിയിപ്പോൾ അടുത്ത 2-3 ക്യാൻഡിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 260 പോകത്തുള്ളൂ. കാരണം നിലവിലുള്ള സിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ 2-3 ക്യാൻഡിലിനുള്ളിൽ ഒരു റിവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിയിലേക്ക് തിരിച്ച് മൂവ് ചെയ്യും. ആ പിയിലേക്കുള്ള മൂവ്മെൻറ്റ് 170 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഈ 105 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 88 വരും. 88 വരുമ്പോൾ നമുക്ക് 240 ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ഡേയുടെ ടോപ്പിലാണ് നമ്മൾ
വന്ന് മുട്ടിയത്. ആ ടൈമിലാണ് ഇവിടെ 105 വന്ന് മുട്ടിയത്. 105 ബ്രേക്ക് ചെയ്ത് പി ഫാളായാൽ 88ലേക്ക് ഫാളാവും. 88ലേക്ക് ഫാളായാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു 240 245 അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇപ്പോൾ ഒരു സേഫ് സ്പേസാണ് നമ്മൾ കണ്ടെത്തിയത്. ആ സേഫായിട്ടുള്ള സ്പേസാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തെടുത്തത്. RSI ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും നമ്മൾ പിയിലേക്ക് നോക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് പോയിന്റുകൾ മിസ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇനി വരാനായിട്ട് നമ്മൾ എന്തായാലും അനുവദിക്കുന്നതല്ല. 100 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 82 വരെ ഫാളാവാനായിട്ട് സ്പേസ് കിടപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഈ 100 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ആ 100 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എഗെയിൻ സിയുടെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പിയിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇപ്പോഴും കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇൻഡെക്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് നമ്മൾ വരച്ചിരിക്കുന്ന ബോക്സിൻ്റെ ടോപ്പർ ലെവലിലാണ് മാർക്കറ്റ് മുട്ടി നിൽക്കുന്നത്. അപ്പോൾ 9:30ക്ക് ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ, നിൽക്കുന്ന ലെവല് 9:30ക്ക് ബ്രേക്ക് ചെയ്താൽ 23,630 വരെ കിട്ടും. അതർവൈസ് നേരെ തിരിച്ച് താഴത്തോട്ട് മാർക്കറ്റ് മൂവായി തുടങ്ങും. കാരണം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് RSI ക്രോസ് ഓവർ പീരീഡ് ആയതിനു ശേഷം മാത്രം നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 272 നമ്മൾ 280 മാക്സിമം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 280 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 279 280. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിൽ 23,632 മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 23,700ലേക്കായിരിക്കും മൂവ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഇതാന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഫാള് താഴത്തേക്ക് വരും. ഏകദേശം ടാർഗറ്റൊക്കെ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യൂ പറഞ്ഞത് 245 മുതൽ 260 വരെയാണ് പറഞ്ഞത്. 241 SL നമ്മൾ 4 പോയിൻ്റാണ് പറഞ്ഞത്. ആ മൂവ്മെൻറ്റും ബ്രേക്ക് ചെയ്തിട്ട് ഒരു 25-30 പോയിൻ്റ് അവിടെയും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉള്ള ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83 ഇനി ഒരു മേജർ സപ്പോർട്ടായിട്ടുള്ളത്. നമ്മളെന്തായാലും ഈ റെഡ് കണ്ടിട്ടൊന്നും ഒരിക്കലും ഞാനതിനൊരു റെഡായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല. ഞാൻ ഓടിച്ചാടി പിയിലേക്ക് കയറുന്നുമില്ല. RSI ക്രോസ് ഓവർ കിട്ടാതെ വൈറ്റ് ഡോട്ടിലോ അല്ലെങ്കിൽ 60ലോ ഒരു സപ്പോർട്ട് എടുക്കാതെ ഒന്നും ഞാൻ എന്തായാലും പിയിനെ പറ്റി ആലോചിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 100-ന് 106-ന് മേലെയെങ്കിലും ക്യാൻഡിൽ ക്ലോസും ചെയ്യണം. RSI ക്രോസ് ഓവർ ആവണം. 122-ന് മേളിലോട്ട് പോയാൽ മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള പോയിന്റ് സിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പിയിൽ മൂവ്മെൻറ്റ് എന്തായാലും വരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കൺഫർമേഷനും കൂടെ നമുക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ റെഡ് വന്നെന്ന് വെച്ചിട്ട് ഒരിക്കലും ഞാൻ പിയിൽ ചാടി കയറില്ല. കാരണം അതൊന്നും റെഡായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല RSIയുടെ ക്രോസ് ഓവർ വരാതെ. കാരണം മാർക്കറ്റ് ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിയിൽ പോയി നിൽക്കാനുള്ളത് 23,705. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറായി നിൽക്കുകയാണ്. അതേപോലെ 1 അവറിലും 30 മിനിറ്റിലും ഒക്കെ ക്രോസ് ഓവറായി നിൽക്കുകയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്ററല്ല ടൈം ഫ്രെയിമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 21 മിനിറ്റാണ്. 21 മിനിറ്റിൽ മാർക്കറ്റ് 23,648 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. 23,702 കൺസോളേഷൻ സോണാണ്. അങ്ങോട്ടൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്നൊക്കെ കണ്ടറിയാം. 310 വരെ ലെവല് നിൽപ്പുണ്ട്.
310 ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. 299 എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 81 ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അവിടം വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞേച്ചതാണ്. ഇവിടെ ചെറിയൊരു സപ്പോർട്ട് മാർക്കറ്റ് എന്തായാലും എടുക്കും. ഒരു 2-3 ക്യാൻഡിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഫാൾ വന്നാൽ 60 പോയിന്റ്. നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി മേളിൽ കയറ്റി 1-2-3 ദിവസം കൊണ്ട് കയറിയ സാധനം ഒറ്റ ദിവസം കൊണ്ട് താഴത്ത് ഇറക്കുവാണെങ്കിൽ മാർക്കറ്റ് 60 വരെ വരണം. അതായത് പിയിൽ പൊക്കത്ത് കയറ്റിയ സാധനം കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് ഡോട്ട് വരെ എന്തായാലും നമുക്ക് അത്യാവശ്യം ഉറപ്പുണ്ടായിരുന്നു, ഒരു 83-80 റേഞ്ച് വരെ. ഇനി അവിടെ എന്തായാലും കുറച്ച് കറക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവും. അതിനുശേഷമാണ് അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു സേഫ് പോയിന്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൽ ലോവർ വിക്ക് ക്രിയേറ്റ് 2 എണ്ണത്തിൽ ചെയ്തിട്ടില്ല. 2 എണ്ണത്തിൽ ലോവർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ഇവിടെ 165ലേക്ക്. അപ്പോൾ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 165ലേക്ക് ഫാളാവും. അത് നമുക്ക് പിയിൽ തിരിച്ച് RSIയുടെ കൺഫർമേഷൻ കൂടെ കിട്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് റേറ്റ് ഒന്ന് മാറ്റി പിടിക്കാം. 126 123 പിയിലേക്ക് ഒന്ന് മാറ്റി ഇട്ടേക്കാം. അവിടെ കിടക്കട്ടെ. നമുക്കത് ജസ്റ്റ് 2 മിനിറ്റിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു പിൻബാറൊക്കെ നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് താൽക്കാലികമായിട്ട് അത്ര വിശ്വാസമൊന്നും നമുക്കതിലില്ല. ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല. 195 180 180 താഴത്തോട്ട് വന്നാൽ വീണ്ടും ഡൗൺ ആവും. കാരണം ഇവിടെ നമ്മുടെ ബോക്സിൽ 275 ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ 272 ബ്രേക്ക് ചെയ്ത് ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അത് മേ ബി 293 വരെയൊക്കെ പോകാനായിട്ട് കിടപ്പുണ്ട്. ഒരു പിൻബാർ വന്നിട്ടുണ്ട്. ബട്ട് ഒരു ക്രോസ് ഓവർ നമുക്ക് 2 മിനിറ്റ് കിട്ടിയിട്ടില്ല. ഇന്നലെ ഈ 2 മിനിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ സിയിലെടുത്തത്. ഇന്നലെ നമ്മൾ പിയിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം നമ്മൾ 2 മിനിറ്റിൻ്റെ RSI നോക്കിക്കൊണ്ടാണ് സിയിലെ മൂവ്മെൻറ്റ് നമ്മൾ എടുത്തത്. ഇന്ന് സിയിൽ മൂവ്മെൻറ്റ് കിട്ടി. നമ്മൾ 2 മിനിറ്റിൻ്റെ RSI നോക്കിക്കൊണ്ട് പിയിൽ കിട്ടുമെന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ക്രോസ് ഓവറൊന്നും കിട്ടിയിട്ടില്ല. നിലവില ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഒരു ചെറിയ ക്രോസ് ഓവറൊക്കെ 2 മിനിറ്റിൽ വരുന്നുണ്ട്. 180 താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇതൊരു പോസിറ്റീവ് സൈൻ ആണ് പീനെ സംബന്ധിച്ച്. അത് 200 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ 206 റിജക്ഷൻ ഉണ്ട്. ആ 200 ബ്രേക്ക് ചെയ്താൽ 206 മൂവ്മെൻറ്റ് ആദ്യം കിട്ടും. 206 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 225 250 ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ 200 206 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കൺഫേം മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒന്നും കൂടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ദയവന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല. അതിനു മുമ്പ് 313 നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 23,675 മാർക്കറ്റ് നിൽക്കുന്നത്. എന്തായാലും സിയിൽ തന്നെയാണ് മൂവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നണേ. കാരണം 23,885 ഇൻഡെക്സിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. അടുത്ത 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത 15 മിനിറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ 23,705 മാർക്കറ്റ് പോയി നിൽക്കുന്നത്. സ്പേസൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സിന് താഴത്തോട്ട് വരാത്തിടത്തോളം കാലം അതിനെ ടാലി ചെയ്തുകൊണ്ട് നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഒരു 313 നമ്മളൊരു ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്തുനിന്ന് ട്രെയിൽ ചെയ്ത് പോകുന്നവർക്ക് അത് പ്രയോജനമുള്ളൂ. അല്ലാതെ ഇടക്ക് കയറുന്നവർക്ക് അത് വലിയ പ്രയോജനമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി 310 ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്പേസ് 350ലേക്കാണ് കിടക്കണേ. അപ്പോൾ 23,670 30 പോയിൻറ്റ് ഇൻഡെക്സിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 50 പോയിൻറ്റ് സിയിൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. പക്ഷെ അതിന് വേറെ എന്തോ ഒരു ഉദ്ദേശം കൂടെ അവിടെ കാണുന്നുണ്ട്. ഈ മൂവ്മെൻറ്റിൻ്റെ പുറകിൽ
വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളൊക്കെ കൂടെ ഉണ്ട്. അതുവല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കി വെക്കട്ടെ. എന്തോ ഈ പോക്കിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. 385.30 നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ 385 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴല്ല, ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും ആവുന്നത്. RSIയുടെ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മടക്കും വന്നിട്ടുണ്ട്. ഇപ്പം 310 മേളിലോട്ട് പോയാൽ മാത്രം നമ്മൾ അടുത്ത സിയുടെ മൂവ്മെൻറ്റ് പോകത്തുള്ളൂ. 195, 200, 206 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. കാരണം ഈ 385 എന്നുള്ള ലെവല് ഒരു ലെവലാണ്. അപ്പോൾ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് 23,704 ടച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം ഒറ്റയടിക്കൊന്നും കയറി പോകുന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. ചിലപ്പോൾ ഒന്ന് സ്ട്രഗിളൊക്കെ ആയതിനു ശേഷമായിരിക്കും പോണേ. കാരണം ഇവിടെ 23,681 ഒരു ലെവല് മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സാധനം 23,704 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇപ്പുറത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് നീക്കിയിട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിട്ടുകൊണ്ട് നമുക്ക് നോക്കാം. ഇൻഡെക്സിൻ്റെയും ഇതും കൂടെ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. 310 കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം. അടുത്ത 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 23,690 ഒരു 12 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 23,707 നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. 23,693 694.90 വരെ പോയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ട് ഇൻഡെക്സിൽ വേരിയേഷൻസ്, സ്ട്രൈക്കിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ അത് വിറ്റൊഴിവാക്കി പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 310 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് സമ്മതിക്കണില്ല. 23,690 12 പോയിൻറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്യും. അതോടുകൂടി നമ്മുടെ ലൈവും ഏറെക്കുറെയൊക്കെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഇതേപോലെ നല്ല പണി കിട്ടിയത്, അതായത് RSI ക്രോസ് ഓവർ ആവാതെ ചാടിക്കേറി നമ്മൾ പണി കിട്ടി, കൺഫർമേഷൻ കിട്ടാതെയൊക്കെ ട്രേഡ് എടുത്തിട്ടുള്ളൊരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇന്ന് വരരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇന്നും ഒക്കെ നമ്മൾ വളരെ കണ്ണിങ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇന്നലെ പിയിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ ഒരു മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന W പാറ്റേൺ ആണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ചരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു W പാറ്റേൺ ആണ്. മറ്റേ മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഗ്യാപ്പ് ഡൗൺ ആയിരുന്നെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് 23,702 ഇന്ന് പോയേനെ. ഒരു 325 എന്നുള്ള ലെവല് ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. 325 എന്നുള്ളൊരു ലെവൽ ഓൾറെഡി സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 315, 10, 25. കാരണം ഇവിടെ മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഡെൽറ്റ വാല്യൂ കുറഞ്ഞ് മൈനസ് ആവുന്നുണ്ട്. കൺസോളേഷൻ സോണാണ് 302 എന്നുള്ളത്. ഒരു മടക്കം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിയിൽ എന്തായിരിക്കും അവസ്ഥ? പിയിൽ RSI റെഡിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് നമ്മൾ അടുത്ത 15 മിനിറ്റ്സിൽ കാണണം. ഒരു റെഡിലേക്ക് കയറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 2 മിനിറ്റിൽ കയറേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിയിൽ 325 എന്നുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 23,702 മാർക്കറ്റ് ഇൻഡെക്സിൽ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അപ്പം എന്ന് വെച്ചിട്ട് അടുത്തത് ഗ്രീൻ ക്യാൻഡിൽ വരും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ റെഡ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
റെഡ് വന്നു കഴിഞ്ഞാൽ അത് 23,636 ഫാളായാൽ ഒരു മോർണിംഗ് സ്റ്റാർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് 186 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി 195 മൂവ് ചെയ്യണം. 86 ബ്രേക്ക് ചെയ്യണം. 86 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 209 കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം 2 മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആവാൻ. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ നേരെ 160 വന്നാൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ 2 മിനിറ്റിൻ്റെ നേരെ ഡംപായി കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നേരെ 23,702 പോകുന്നത്. ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. അത് ചിലപ്പോൾ 23,738 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പിയിൽ RSI ക്രോസ് ഓവറായി കയറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടിക്കയറി എടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം അത്ര വലിയ സുഖമുള്ളൊരു തീരുമാനമല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഡെക്സിൽ 23,702 നിൽപ്പുണ്ട്. 325 എന്നുള്ള ഒരു ലെവലും ഫില്ല് ചെയ്യാനായിട്ട് സിയിൽ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് 325 സ്പേസ് ഫില്ല് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്. ആ സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തത് 330 സ്പേസാണ് അടുത്തത് ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നേരെ താഴത്തോട്ട് വരും. അവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എഗെയിൻ മാർക്കറ്റ് താഴത്തോട്ട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 327 330 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്ര വരെ ആയിട്ടുണ്ട്? 23,704 വരെ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 315 മുതൽ 330 വരെ കുറച്ച് പോയിന്റ്. കാരണം ഇവിടെ താഴത്തോട്ട് വന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും അതൊരു ഡൗൺ ആണെന്ന് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. ഇനി ഇവിടുത്തെ ബ്രേക്കിംഗ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് 23,794 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പം 350 വരെ മാർക്കറ്റ് പോകാൻ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ താഴത്തുനിന്ന് കയറുക, ഒരു 21 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ 21 പോയിന്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആകുമ്പോൾ ട്രെയിൽ ചെയ്തിട്ട് ഗ്രീനിലേക്ക് കയറുന്നത് വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓൾറെഡി നമ്മൾ ഒരു ലെവൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 335 ബ്രേക്ക് ചെയ്താൽ 350 385 ലെവലിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 362 ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് 385 കൂടെ പോകുമെന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. 371 ആ ഒരു 385 രാവിലെ നമ്മൾ മനസ്സിൽ കണ്ടൊരു ലെവലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഇടക്ക് സിയിൽ നോക്കി. പക്ഷേ ആ സിയിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അല്ല, പിയിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടു. സിയിൽ 335 നമ്മൾ ഓൾറെഡി ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 335 മുതൽ 385 വരെ. അത് 2 സ്റ്റെപ്പാണ്. 330 തൊട്ട് 350 വരെയും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ബ്രേക്കൗട്ട് 385 വരെയാണ് നമ്മൾ ഓൾറെഡി മനസ്സിൽ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രഗിൾ വരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അത് പോയത് 385 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഉണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ക്യാൻഡലിൻ്റെ ഹൈ വരെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളൂ. 380 വരെയാണ് മാർക്കറ്റ് നിലവിൽ. 379.90 വരെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ സിംഗിൾ ക്യാൻഡലിൽ തരക്കേടില്ലാത്തൊരു പോയിന്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടണം. ഓക്കെ, നമ്മൾ രാവിലെ നോട്ട് ചെയ്ത് വെച്ച 385 മാർക്കറ്റ് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആ ഭാഗത്ത് വരെ പോയി, പിന്നെ ഒരു റിവേഴ്സ് വന്നു, വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി RSI അടുത്തൊരു ഹൈവേയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ, നിലവിലുള്ള 400 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 425 പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ 385 നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഏരിയ നമ്മളൊരു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്ത് നിലവിൽ വെച്ചത്.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സിയിൽ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അല്ല, പിയിൽ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് 385 ഓൾറെഡി മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം അതിനു മുമ്പ് നമ്മളുടെ ഇന്നത്തെ കുറച്ച് ആൾക്കാർ PNL ഒക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിത് കാണിക്കാം. 4940, 1322. പിന്നെ ഒരു ലോട്ടിലൊക്കെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെയാണ് 378ഒക്കെ. 4756, അതേപോലെ 2112. ഇനി കുറച്ച് പേരുടെ വരാനായിട്ടുണ്ട്. അത് പുറകെ വരട്ടെ. അതുകൂടാതെ നമ്മളിന്ന് ആ കൂടെ 2 വ്യൂ ആണ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് CE 335 പിയിൽ ആദ്യം CE ആണ് ഇട്ടത് 335 to 350, 350 to 385. SL 330 ബിലോയാണ് ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ പിയിൽ ബൈ ആൻഡ് ഹോൾഡ് ഏരിയ പറഞ്ഞിട്ടുണ്ടായി 10 പോയിൻ്റാണ് SL നമ്മൾ സ്ലോപ്പ് ലോസ് പറഞ്ഞത്. അതായത് ഈ കൺസോൾട്ടേഷൻ വന്നപ്പോൾ ഉള്ളൊരു ബ്രേക്കൗട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ്, അപ്പോൾ സിയിൽ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹിറ്റ് ചെയ്താലും വിഷയമില്ലാത്ത രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. നമ്മൾ കൂടുതലും മെൻഷൻ ചെയ്തതും ഫോക്കസ് ചെയ്തതും 385ലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ ലൈവിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി റൂമിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.